വേനൽമഴയിൽ കാസർഗോഡ് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. പള്ളിക്കരയിൽ വീട് തകർന്ന ലക്ഷങ്ങളുടെ നഷ്ടം. മടിക്കയിൽ തെങ്ങ് കടപുഴകി വീണ വീട് തകർന്നു. വേനൽ മഴയിലും കാറ്റിലും ആൽമരം വീണ രാമചന്ദ്ര ഷേണായിയുടെ വീട് പൂർണ്ണമായും തകർന്നു. പള്ളിക്കര വില്ലേജ് ഓഫീസിന് സമീപത്താണ് രാമചന്ദ്ര ഷേണായി താമസിക്കുന്നത്. വീടും കടയും ഒരുമിച്ചുള്ള ഭാഗത്താണ് ആൽമരം വീണത്. 10 ലക്ഷം രൂപയോളം നാശനഷ്ടം സംഭവിച്ചതായി വീടുടമസ്ഥൻ രാമചന്ദ്ര ഷേണായി പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം 5:30 മണിക്ക് ഇടി മുട്ടുമ്പോൾ ഞാൻ ഈ ഫ്രിഡ്ജിൻ്റെ പ്ലഗ് ഊരാൻ വേണ്ടിയിട്ട് പോയിട്ട് പുറത്തേക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം കൂറ്റി വിട്ടു. എന്തൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോഴത്തേക്ക് തകർന്ന് വീണായി മരം. ഞാൻ ഇത് 2011 മുതൽ കളക്ടറെടുത്ത് അരിച്ചു കൊടുത്തു. അതിന് ശേഷം ഒരു 2-3 കൊല്ലം കഴിഞ്ഞിട്ട് RDOന് അരിച്ചു കൊടുത്തു. അവർ PWDക്ക് റെഫറാക്കി. PWDക്ക് റെഫറാക്കിയിട്ട് RDOന് കൊടുത്തതിന് ശേഷം PWD അതിന് മുമ്പ് ഒരു പെണ്ണായ ഓഫീസറായ എന്തെന്ന് ഞാനറിയില്ല. അവർ വന്നിട്ട് നോക്കിയിട്ട് ഇതൊന്നും ആവില്ല എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ എനിക്ക് പിന്നെ ഓഫീസറോട് മടക്കി പറയാൻ ധൈര്യം കഴിഞ്ഞിട്ടില്ല. എന്തെന്ന് പറഞ്ഞാൽ അവർ ഏത് ഗ്രേഡിൻ്റെ ഓഫീസർ എന്നുള്ളത് ഞാൻ അറിയില്ല. അപ്പോൾ നിങ്ങൾ വീടിയുടെ ഇതിൻ്റെ അടിയിലുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ധൈര്യത്തിൽ നിൽക്കുമെന്ന് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചു. അവർ പോയതിൻ്റെ ശേഷം അത്രയും നമുക്ക് തലയിൽ വന്നു. ദ്രവിച്ചിരിക്കുന്ന ആൽമരം എന്നും ഇവർക്കൊരു പേടി സ്വപ്നമായിരുന്നു. കട കൊണ്ടുള്ള വരുമാനത്തിൽ മാത്രം ജീവിക്കുന്ന ഇവർക്ക് മുന്നിൽ ആകെ ഉണ്ടായിരുന്ന പഴുത് അധികാരികൾക്ക് നിവേദനം നൽകുക എന്നതു മാത്രമായിരുന്നു. 2011 മുതൽ അധികാരികൾക്ക് ഇത് സംബന്ധിച്ച് നിവേദനം നൽകിയിരുന്നു. യാതൊരുവിധ നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് രാമചന്ദ്ര ഷേണായി പറയുന്നു. ഇടിമിന്നലോടുകൂടി എത്തിയ മഴയിൽ ജീവൻ രക്ഷപ്പെട്ടതോർത്ത് സമാധാനിക്കുകയാണ് ഈ തീരാ നഷ്ടത്തിനിടയിലും രാമചന്ദ്ര ഷേണായി. ഏകദേശം 2011 അദ്ദേഹം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മേൽനടപടി സ്വീകരിക്കാൻ വേണ്ടി PWD വകുപ്പിനും അതിന് ബന്ധപ്പെട്ട അധികാരികൾക്കും ഓർഡർ നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അവർ പേരിനെ എന്നൊരു ലേഡി ഉദ്യോഗസ്ഥ വന്ന് നോക്കുകയും ഇത് യാതൊരു അപകടാവസ്ഥയിലൊന്നുമില്ല, ഒന്നും പ്രശ്നമില്ല എന്ന് ഗൃഹനാഥന പറഞ്ഞ് ബോധ്യപ്പെടുത്തി തിരിച്ചു പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. പിന്നീട് രണ്ടാമത് വീണ്ടും അദ്ദേഹം 2 വർഷത്തിന് ശേഷം വീണ്ടും പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഉദ്യോഗസ്ഥന്മാർ വരികയും ഇത് PWD സ്ഥലമല്ല എന്ന് കണ്ടെത്തി അവർ തിരിച്ചു പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.